ഇപ്പോൾ തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന്റെ റിപ്പോർട്ടർ വാർത്ത കൈത്താങ്ങായ ഉഴമലക്കൽ സ്വദേശി വിനോദിന്റെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണ് അവരുടെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്ത പുറത്തെത്തിച്ച റിപ്പോർട്ടറിനും സഹായവുമായി എത്തിയ കേന്ദ്രമന്ത്രിക്കും കുടുംബം നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അവിടെ എത്തിയ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും. ജൂലൈ 3 വരെ സമയമുണ്ടായിട്ടും വീട് ജപ്തി ചെയ്ത മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങളുമായി ഗോപാൽ ശില സനലുണ്ട് ഉഴമലക്കിലെ വീട്ടിൽ നിന്നും. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. അഭിനന്ദനങ്ങൾ ഗോപാൽ. മാത്രമല്ല ഒരുപാട് പേര് പ്രേക്ഷകർ നമ്മളെ വിളിച്ച് അറിയിച്ചു, മെസ്സേജുകൾ ഇന്നലെ നമുക്ക് നൽകുകയും ചെയ്തു. ഗോപാലിന് എനിക്കൊന്ന് മാധ്യമ ജീവിതത്തിലെ ഒരു സാർത്ഥകമായ രാത്രിയായിരുന്നുവല്ലേ ഇന്നലെ? ഈ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന സ്വകാര്യ ബാങ്കിങ് സ്ഥാപനം വല്ലാത്തൊരു വൃത്തികേട് കാണിച്ചിട്ടും അവർ രാത്രിയിൽ അത് തുറക്കാൻ തയ്യാറാകാതിരുന്നിട്ടും ഒടുവിൽ നമ്മുടെ വാർത്തയെ തുടർന്നാണ് അവർക്കത് തുറക്കേണ്ടി വന്നത്. ഇപ്പോൾ ആ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ? അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ പൈസ അടച്ച് അവരുടെ ബാധ്യത തീർക്കാം. അതെ ഡോക്ടറോട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജോലി എടുക്കാൻ തുടങ്ങിയതിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇന്നലത്തെ രാത്രി. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. വാർത്ത എന്ന വസ്തുതയുടെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ ശക്തി എത്രയാണ് എന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയായിരുന്നു. നമ്മളിപ്പോൾ ആ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇടിപിടി എന്നൊരു ജപ്തി നടപടി നടത്തിയത്. നമ്മുടെ ഇരുട്ടത്ത് ഇന്നലെ ഈ പോസ്റ്റർ കാണിക്കാൻ സാധിച്ചിരുന്നില്ല. പ്രോപ്പർട്ടി ഫോർ സെയിൽ എന്ന പോസ്റ്റർ കൂടി പതിച്ചിട്ടാണ്, അതായത് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് അതിന് ഒപ്പം തന്നെ ഈ പ്രോപ്പർട്ടി ഫോർ സെയിൽ എന്ന നോട്ടീസ് കൂടി, മറ്റൊരു പോസ്റ്റർ കൂടി വീടിൻ്റെ മുകളിലായി പതിപ്പിച്ചിട്ടാണ് അവരിന്നലെ മടങ്ങിയത് എന്നുള്ള കാര്യമാണ്. നമുക്ക് ഉള്ളിലേക്ക് തന്നെ ഈ വീട്ടിൽ ഇന്നലെ സ്വസ്ഥമായി സമാധാനമായി അന്തിയുറങ്ങിയ ആ ഓമനാമ്മയും കുടുംബവും വീട്ടിലുണ്ട്. ഇന്നലെ ഈ വീട് പൂട്ടുപൊളിച്ചവർക്ക് സുരക്ഷിതമായി ഇടമൊരുക്കിയ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവിടെ ഒത്തുചേർന്ന യുവാക്കളുണ്ട്. അവരുടെ പ്രതിനിധികളും നമ്മോടൊപ്പം ഇന്ന് ഈ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അമ്മയോട് തന്നെ ചോദിക്കാവുന്നതാണ്. അമ്മ സ്വസ്ഥമായി സുഖമായി ഉറങ്ങിയോ? അമ്മയുടെ വേദനയും വിഷമവും ഒക്കെ മാറിയോ എന്നൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? നന്നായി ഉറങ്ങിയോ? വലിയ കുഴപ്പമില്ല. മക്കളെല്ലാം കൂടെ കയറിയപ്പോൾ നമുക്ക് സമാധാനമുണ്ട്. ഇന്നലെ വരെയുള്ള രാത്രി പോലെ ആയിരുന്നോ? നമുക്ക് ഈ കടത്തിൻ്റെ പേടിയും ടെൻഷനും ഒന്നും ഇനിയില്ല. കടത്തിൻ്റെ ഒക്കെ സമാധാനമായി, പേടിയൊക്കെ ഇത്തിരിയൊക്കെ മാറി, സമാധാനമുണ്ട്. ഇത്തിരി ഉറങ്ങിയപ്പോഴും. സ്കൂളിൽ പോകണ്ടേ? ഇന്ന് ട്യൂഷന് പോയാൽ മതി. ഇന്ന് പേടിച്ച് പോകണില്ല. നാളെ ഇവിടെ തിങ്കളാഴ്ച ഇവിടെ വെച്ച് പേടിച്ച് പോകാതിരിക്കുന്നുണ്ടോ? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒന്നും പോകുന്നതിനൊന്നും ഒരു വീഴ്ചയും വേണ്ട. ആരും ഒന്നും പറയില്ല. അവിടുത്തെ ചെറുപ്പക്കാരും ഒക്കെ ഇടപെട്ടത് പറഞ്ഞു ചെല്ലൂല എന്ന് പറഞ്ഞു. നമ്മള് കുട്ടികളുടെ പാഠപുസ്തകത്തിന് വേണ്ടി കൂടിയാണ്. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇന്നലെ. സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, 100 സന്തോഷം. മക്കളെ കരച്ചിലൊക്കെ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു മക്കള് രാവിലെ. സാറേ കരച്ചിലായിരുന്നു. മോളെ റബ്ബർ വളയിൽ പോയിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്ന് കാണത്തില്ലെന്ന് പറഞ്ഞു മോൾ. കൂട്ടുകാർ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞു നമ്മോട്. അതെ, വീടും ഇല്ല, കളിയാക്കുമെന്ന് വെച്ച് അവൾ എന്തെങ്കിലും ചെയ്യുന്നു. കഷ്ടം. അല്ല, സ്കൂളിൽ പോകുന്നില്ല ഇന്ന്? ഇന്നും ക്ലാസ്സില്ല സാറേ, ഇന്ന് ട്യൂഷന് പോകണം. ഇന്ന് ശനിയാഴ്ചയല്ലേ? അപ്പൊ ഇന്നലത്തെ ഒന്നും പഠിച്ചില്ല. പഠിക്കാത്തോണ്ട് തിങ്കളാഴ്ച തൊട്ട് പോകാന്ന് പറഞ്ഞു. ട്യൂഷനൊക്കെ പോയി? പോയി. സന്തോഷമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും പേടിക്കേണ്ട. നമുക്ക് എപ്പോൾ ബാങ്ക് തുറക്കുമോ അപ്പോൾ നമ്മൾ പണമടയ്ക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സന്തോഷം. ആഹാരമൊക്കെ കഴിച്ചോ രാവിലെ? കഴിച്ചു കാലത്തെ കട്ടനൊക്കെ കുടിച്ചു. ഓക്കെ. മരുന്നൊക്കെ കഴിക്കണം. മരുന്നിന് ആഹാരം കഴിച്ചിട്ട് കഴിക്കണം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ DYFI യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ, ഇവരാണ് ഇന്നലെ ഒരു ഘട്ടത്തിൽ നമ്മൾ പോലും പേടിക്കുന്ന തരത്തിലേക്ക്, അപ്രതീക്ഷിതമായിരുന്നു ഇവരുടെ ഇടപെടൽ. ഏതാ ഇവരെന്താന്നൊക്കെ നമുക്ക് മനസ്സിലായില്ല. കുറച്ച് പേർ വന്ന് ഓടിക്കേറുന്നു, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അകത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു ഇടപെടലായിരുന്നു. ആ പ്രവർത്തകരും കൂടി നമ്മോടൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തണമെന്ന്? നിലവിൽ വായ്പ എടുത്തതിൻ്റെ പേരിൽ ഒരു കുടുംബം വഴിയിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം കണ്ണിൽ കണ്ടുകൊണ്ട് നിന്ന സാഹചര്യത്തിനകത്താണ് ആ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ ഉൾപ്പെടെ പാതിരാത്രിയായിട്ടും പുറത്തിരിക്കുന്ന സാഹചര്യം, പഠിക്കാൻ വേണ്ടി കഴിയാതെ, സ്കൂൾ അടച്ചു വരുന്ന സാഹചര്യത്തിനകത്ത് കഴിക്കാൻ ആഹാരം പോലും കിട്ടാതെ
യൂണിഫോമും പുസ്തകം പോലും വീടിനകത്തിരിക്കുന്ന സാഹചര്യത്തിനകത്ത് എന്തായാലും ആ ചെറുപ്പക്കാർക്ക് തെരുവിലേക്ക് ഇറക്കപ്പെട്ട സാഹചര്യം. നിലവിൽ ഗോപാൽ നമ്മുടെ നമ്മുടെ സ്നേഹവും സർക്കാർ നന്ദി തന്നെ അറിയിക്കൂ. പറയുന്നത് തീർച്ചയായിട്ടും ഇനി ഈ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം ആ ചെറുപ്പക്കാരെ മുകളിൽ കുതിരകയറരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ജൂലൈ 3-ാം തീയതിക്ക് മുമ്പ് വരെ അവർക്ക് സമയമുണ്ട്. പക്ഷേ നോക്കൂ, ജൂലൈ 3 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തീയതി 21 ആയുള്ളൂ. ജൂലൈ 3-ന് മുമ്പ് അവർ പണം അടച്ചാൽ മതി. പക്ഷേ അതിന് മുമ്പ് ഇവർ കൊണ്ടുപോയി ജപ്തി നോട്ടീസ് അങ്ങ് പതിച്ചു. എന്നിട്ട് പ്രോപ്പർട്ടി ഫോർ സെയിൽ എന്ന് അടിച്ചു വെച്ചേക്കുക. 5 സ്ത്രീകളെ അവിടെ നിന്ന് ഇറക്കി വിട്ടുന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് സാവകാശം കൊടുത്തില്ല, നമ്പർ 1. നമ്പർ 2, എന്നിട്ട് പണം അടയ്ക്കാം എന്ന് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടും അവർ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളിക്കുക. MD അടക്കമുള്ള ആളുകൾ. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് പ്രേക്ഷകരൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാനാണ്. നിങ്ങൾ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ലോൺ എടുക്കാനും ലോൺ എടുക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കാൻ. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അന്യായമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ.